എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അടുത്തിടെ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി. അടുത്തിടെ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ഹരികുമാർ. ഹരികുമാറാണ് അടുത്തിടെ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിനാണ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിനാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. ഡെന്നി തോമസ് വട്ടക്കുന്നേലാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളം. കേരളമാണ് മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത്. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിന്റെ പ്രതിരോധ സംവിധാനം. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കുവാൻ കഴിയുന്ന കെൽട്രോണിന്റെ പ്രതിരോധ സംവിധാനം മാരിച്ച്. മാരിച്ച് എന്ന പ്രതിരോധ സംവിധാനമാണ് കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോൺ വികസിപ്പിച്ച പ്രതിരോധ സംവിധാനം. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം മെക്സിക്കോ. മെക്സിക്കോയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. ഹരിഹരനാണ് പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ധരംശാല. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 2024 പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. 2024 പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യ. 2024 പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്. ഉത്തേജക പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന കാരണത്താൽ ലോക ഗുസ്തി സംഘടനയുടെ ആഗോള വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരം. ഉത്തേജക പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന കാരണത്താൽ ലോക ഗുസ്തി സംഘടനയുടെ ആഗോള വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരം ബജ്രംഗ് പുനിയ. ഉത്തേജക പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്ന കാരണത്താൽ ബജ്രംഗ് പുനിയയെ ലോക ഗുസ്തി സംഘടന ആഗോളമായി വിലക്കുകയാണ് ഉണ്ടായത്.
2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത്. 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ഖത്തർ. ഖത്തറാണ് 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത്. 2024 സോളാർ എനർജി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 സോളാർ എനർജി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനം. 2024 സോളാർ എനർജി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായി വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആയി ആചരിക്കുന്ന ദിവസങ്ങൾ. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായി ആചരിക്കുന്ന ദിവസങ്ങൾ 2024 മെയ് 11, 2024 ഒക്ടോബർ 12. 2024 മെയ് 11, 2024 ഒക്ടോബർ 12 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായി വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആയി ആചരിക്കുന്ന ദിവസങ്ങൾ. മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹേമചന്ദ്രൻ എം നായർ. ഹേമചന്ദ്രൻ എം നായരാണ് മുതിർന്നവരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായ്. പ്രതിഭ റായി ആണ് 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാര ജേതാവ്. 2024 പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാര ജേതാവ് കോട്ടയ്ക്കൽ ദേവദാസ്. കോട്ടയ്ക്കൽ ദേവദാസ് ആണ് 2024 പയ്യന്നൂർ കഥകളി അരങ്ങിന്റെ കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാര ജേതാവ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെങ് ഹോങ്. ഷു ഫെങ് ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ഇന്ത്യയാണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യ പ്രസിഡന്റ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ആദ്യ പ്രസിഡന്റ്. അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തപ്പെട്ടത്. അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തപ്പെട്ടത് സെർബിയ. സെർബിയയിലാണ് അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തപ്പെട്ടത്. 4ാമത് ലോക കേരള സഭയുടെ വേദി. 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് 4ാമത് ലോക കേരള സഭയുടെ വേദി. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിനാണ് ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്ക് കേരള ബാങ്ക്. കേരള ബാങ്കാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്ക്. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും
പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതി. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. സ്മാർട്ട് PDS പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ സംഗീത് ശിവൻ. സംഗീത് ശിവനാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ ടെൻസിംഗ് എന്ന സിനിമയാണ് എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. വർഗീസ് കോശിയാണ് 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം കൊറോണൽ മാസ് ഇജക്ഷൻ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായത് സൂര്യനിൽ നടന്ന കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന പ്രതിഭാസമാണ്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം കാങ്കേശൻ തുറൈ തുറമുഖം. കാങ്കേശൻ തുറൈ തുറമുഖമാണ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. ദോഹ ഡയമണ്ട് ലീഗ് 2024 ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. ദോഹ ഡയമണ്ട് ലീഗ് 2024 ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം ലഭിച്ചത് നീരജ് ചോപ്ര. ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്കാണ് ദോഹ ഡയമണ്ട് ലീഗ് 2024 ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. 1ാം സ്ഥാനം ലഭിച്ചത് ചെക്ക് റിപ്പബ്ലിക് താരമായ ജാക്കൂബ് വാഡ്ലച്ചിനാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ആകുന്നത്. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത്. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ദീപക് ചോപ്ര. ദീപക് ചോപ്രയാണ് അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പ. കാമി റിത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. 2024 ഇറാനിലെ ചബഹാർ തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം. 2024 ഇറാനിലെ ചബഹാർ തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2024 ഇറാനിലെ ചബഹാർ തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് IFFCOയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത്. IFFCOയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ദിലീപ് സംഘാനി. ദിലീപ് സംഘാനിയാണ് IFFCOയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത്. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത് KP രാമനുണ്ണി. KP രാമനുണ്ണിയാണ് SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന. പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന
CISF. CISF ആണ് പാർലമെന്റിന്റെ സുരക്ഷയെടുത്ത കേന്ദ്രസേന. ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്റർ പി ശ്യാം നിഖിൽ. പി ശ്യാം നിഖിലാണ് ഇന്ത്യയുടെ 85ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത മനിക ബത്ര. മനിക ബത്രയാണ് ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത. അടുത്തിടെ തണുത്ത ലാവാപ്രവാഹമുണ്ടായ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം. അടുത്തിടെ തണുത്ത ലാവാപ്രവാഹമുണ്ടായ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് മെറാപ്പി. അടുത്തിടെ തണുത്ത ലാവാപ്രവാഹമുണ്ടായ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതമാണ് മൗണ്ട് മെറാപ്പി. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം. അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം എംബ്ലിക്ക ചക്രബർത്തിയ. എംബ്ലിക്ക ചക്രബർത്തിയ സസ്യമാണ് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? എം ലീലാവതി. എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചി. കൊച്ചിയിലാണ് എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ചിരി. ചിരി പദ്ധതിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. അടുത്തിടെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം. സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം മെർസ്. മെർസ് എന്ന വൈറസ് രോഗമാണ് അടുത്തിടെ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.